കനാൻദേശം സീസൺ 2 ബൈബിൾ റിയാലിറ്റി ഷോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഏറെ സ്നേഹത്തോടെ സ്വാഗതം. പഴയൊരു കഥ, ഒരിക്കലും ജീവിതത്തിൽ പ്രസക്തി നഷ്ടപ്പെടാത്ത ഒരു കഥ. ഒരു ദൈവകന്യക ഭൂമിയിലെ ഒരു മനുഷ്യനെ സ്നേഹിച്ചു. വിവാഹനാളിൽ അവൾ അവളുടെ കയ്യിൽ ഒരു ചെപ്പ് കരുതിയിരുന്നു. എപ്പോഴും ഈ ചെപ്പ് ആദരപൂർവ്വം സൂക്ഷിക്കണം എന്നുകൂടി അവൾ പറഞ്ഞിരുന്നു. അയാൾ ഒരു ദിവസം ആ ചെപ്പ് തുറന്നു നോക്കി. പക്ഷേ ആ ചെപ്പിനകത്ത് ഒന്നും കണ്ടിരുന്നില്ല, വെറും ശൂന്യം. പെട്ടെന്ന് അയാൾ ക്ഷുഭിതനായി ആ കന്യകയോട് പറഞ്ഞു, നീ ഇത്രയും നാളും എന്നെ കബളിപ്പിക്കുകയായിരുന്നു. കാരണം ആ ചെപ്പിനുള്ളിൽ ഒന്നുമില്ല, വെറും ശൂന്യം. പെട്ടെന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ കന്യക പറഞ്ഞു, ആകാശത്തിൽ നിന്ന് വരുമ്പോൾ എന്റെ വീടിന്റെ ഓർമ്മയ്ക്കായി മാലാഖ കുഞ്ഞുങ്ങൾ എനിക്ക് സമ്മാനിച്ച ആകാശത്തിന്റെ ഒരു തുണ്ടായിരുന്നു ആ ചെപ്പിനുള്ളിൽ. അവരുടെ ആകാശം അവൻ ശൂന്യമായി കണ്ടു. പലപ്പോഴും ഈ പൊള്ളിക്കുന്ന ചോദ്യം നമ്മുടെ ജീവിതത്തിൽ ഓരോരുത്തരോടും നാം ചോദിക്കുന്നുണ്ട്. ദരിദ്രനും നിസ്സഹായനുമായ ഒരുവിന് പോലുമുണ്ട് അവരുടേതായ ഒരു ആകാശം. ആ ആകാശത്തെ ഒരിക്കലും ശൂന്യത എന്ന് നാം പേരിടരുത്. തിരിച്ചറിയണം പലതും. അറിവ് നൽകുന്ന, ജ്ഞാനം നൽകുന്ന ദൈവവചനം വായിക്കാം, പഠിക്കാം. കനാൻദേശം സീസൺ 2 ഇന്നത്തെ മറ്റൊരു മനോഹരമായ എപ്പിസോഡ് ഇവിടെ ആരംഭിക്കാം. അതിനു മുൻപായി വെൽക്കം ചെയ്യണം നമ്മുടെ പ്രിയങ്കരനായ ക്വിസ് മാസ്റ്റർ. So I heartily welcome our quiz master, Dr. Donald. അറിവാണ് സമൃദ്ധി, ബൈബിളാണ് അറിവ്. കനാൻദേശം സീസൺ 2 ബൈബിൾ റിയാലിറ്റി ഷോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. സപ്തസ്വരമായി നമ്മിൽ നിറയുന്ന കരുണാമയനായ ദൈവത്തിന്റെ മുമ്പിൽ ശിരസ് നമിച്ചുകൊണ്ട് കനാൻദേശം സീസൺ 2 ഈ എപ്പിസോഡ് നമുക്ക് ആരംഭിക്കാം. സ്നേഹത്തോടെ വെൽക്കം ചെയ്യാം നമ്മുടെ ഇന്നത്തെ കണ്ടസ്റ്റന്റ് ക്രിസ്റ്റ്യന മാത്യു ഫ്രം തിരുവല്ല.
തിരുവല്ലയിൽ നിന്ന് വന്നിരിക്കുന്ന ക്രിസ്റ്റീന മാത്യു എന്ന കൊച്ചുമിടുക്കിയാണ് ഇന്നത്തെ നമ്മുടെ കണ്ടസ്റ്റന്റ്. കനാൻ ദേശം സീസൺ 1 സെമി ഫൈനലിസ്റ്റ് അരുൺ മാത്യുവിന്റെ സഹോദരിയാണ്. അരുൺ മാത്യുവും ഇന്ന് ക്രിസ്റ്റീനയോടൊപ്പം വന്നിട്ടുണ്ട് ഈ പ്രോഗ്രാമിന്. രണ്ടുപേരുടെയും വിശേഷങ്ങൾ അറിയാം, ഒപ്പം മത്സരത്തിലേക്ക് കടക്കാം. വെൽക്കം ടു കനാൻ ദേശം സീസൺ 2 ക്രിസ്റ്റീന. താങ്ക് യു. തിരുവല്ല എന്ന് പറയുമ്പോൾ തിരുവല്ലയുടെ ഏത് ഭാഗത്തു നിന്നാണ്? തിരുവല്ല പുല്ലാട് എന്ന് പറയുന്ന ഭാഗത്തു നിന്നാണ്. പുല്ലാട്. ഓക്കെ. അതാണോ നിങ്ങളുടെ ചർച്ച്? പുല്ലാടാണോ? വെണ്ണിക്കുളത്താണ് ചർച്ചിനൊക്കെ പോകുന്നത്. പുല്ലാട് വീട്. ചർച്ചിനെ പറ്റി പറയൂ. വെണ്ണിക്കുളം പേരെന്താണ്? ചർച്ചിന്റെ പേരെന്താണ്? സെന്റ് ജോൺസ് ഓർത്തഡോക്സ് ചർച്ച് ആണ്. അവിടെ ആരാണ് നിങ്ങളുടെ വികാരി അച്ഛൻ? തോമസ് ജോൺ അച്ഛൻ. അവിടെയാണ് പഠിക്കുന്നത്, ഐ മീൻ വേദപാഠം പഠിക്കുന്നതും ഒക്കെ ആ പള്ളിയിലാണ്. അതെ. ഓക്കെ. ആരൊക്കെയുണ്ട് വീട്ടിൽ? വീട്ടിൽ ഇപ്പോ പപ്പ, അനിയൻ, ഞാൻ മാത്രമേ ഉള്ളൂ. ചേട്ടൻ തമിഴ്നാട് പഠിക്കുകയാണ്. അവധിക്കൊക്കെ ചേട്ടനും വരും, വീട്ടിലുണ്ടാവും. ഓക്കെ. അപ്പൊ അനിയൻ, നിങ്ങൾ 3 പേരാണ്, 3 മക്കളാണ് അല്ലേ? അച്ഛൻ എന്ത് ചെയ്യുന്നു? അച്ഛൻ ദുബായില് ഡ്രൈവർ ആയിരുന്നു. പിന്നെ ഇപ്പോ നാട്ടിൽ വന്ന് സെറ്റിൽ ആയിട്ട് നിൽക്കും. നാട്ടിൽ വന്നു. അമ്മ എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ? അമ്മ സൗദി അറേബ്യയിലെ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. ഇപ്പോഴും സ്റ്റിൽ വർക്കിംഗ്? ഓക്കെ. എല്ലാവരെയും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടണം, എല്ലാവരുടെയും വിശേഷങ്ങൾ അറിയാം. ആദ്യം നമുക്ക് മത്സരം തുടങ്ങാം. റെഡി? കനാൻ ദേശം സീസൺ 2 ദ വെരി ഫസ്റ്റ് റൗണ്ട്, സിൽവർ റൗണ്ട്. സിൽവർ റൗണ്ട് എന്ന് പറയുമ്പോൾ ഇതിൽ 4 ചോദ്യങ്ങളാണ്. 4 ചോദ്യങ്ങൾക്കും 10 പോയിന്റ്സ് ആണ്. മുമ്പിൽ ഓപ്ഷൻസ് ഉണ്ടാവും 4 ചോദ്യങ്ങൾക്കും. ഓരോ ചോദ്യത്തിന് 10 പോയിന്റ്സ്. 2 ചോദ്യങ്ങൾ അടുത്ത് തെറ്റാവുകയാണെങ്കിൽ 10 പോയിന്റ്സ് മൈനസ് ആവും. 4 ചോദ്യങ്ങളും റൈറ്റ് ആയിട്ട് ആൻസർ ചെയ്യുകയാണെങ്കിൽ 10 പോയിന്റ്സ് ബോണസ് ലഭിക്കും. ടോട്ടൽ 50 പോയിന്റ്സ് സ്കോർ ചെയ്യാം. ക്ലിയർ അല്ലേ? പോകാം ആദ്യത്തെ ചോദ്യത്തിലേക്ക്. റെഡി? കനാൻ ദേശം സീസൺ 2 സിൽവർ റൗണ്ടിൽ ക്രിസ്റ്റീന മാത്യുവിനുള്ള ആദ്യത്തെ ചോദ്യം. നിങ്ങൾ പോയി ആ കുറുക്കനോട് പറയുവിൻ, ഞാൻ ഇന്നും നാളെയും പിശാചുക്കളെ പുറത്താക്കുകയും രോഗശാന്തി നൽകുകയും ചെയ്യും. ഇവിടെ യേശു കുറുക്കൻ എന്ന് വിശേഷിപ്പിച്ചത് ആരെയാണ്? നിങ്ങൾ പോയി ആ കുറുക്കനോട് പറയുവിൻ, ഞാൻ ഇന്നും നാളെയും പിശാചുക്കളെ പുറത്താക്കുകയും രോഗശാന്തി നൽകുകയും ചെയ്യും. ഇവിടെ യേശു കുറുക്കൻ എന്ന് വിശേഷിപ്പിച്ചത് ആരെയാണ്? ഓപ്ഷൻ എ ഹെറോദേസിനെ, ഓപ്ഷൻ ബി പീലാത്തോസിനെ, ഓപ്ഷൻ സി ശതാധിപനെ, ഓപ്ഷൻ ഡി സിനഗോഗ് അധികാരിയെ. ആലോചിച്ച് ആൻസർ ചെയ്യാം. ആരെയാണ് ഇവിടെ യേശു കുറുക്കൻ എന്ന് വിശേഷിപ്പിച്ചത്? ഓപ്ഷൻ സി ശതാധിപനെ. ഉറപ്പാണോ മോക്ക്? ഓപ്ഷൻ ഡി സിനഗോഗ് അധികാരിയെ. അതുറപ്പാണെങ്കിൽ ഞാൻ അത് ലോക്ക് ചെയ്യാം. ഞാൻ ഏതാണ് ലോക്ക് ചെയ്യേണ്ടത്? ഓപ്ഷൻ ഡി സിനഗോഗ് അധികാരിയെ. ഓപ്ഷൻ ഡി സിനഗോഗ് അധികാരിയെ. ചെയ്യട്ടെ? ഓപ്ഷൻ ഡി. കമ്പ്യൂട്ടർ പ്ലീസ് ലോക്ക് ഓപ്ഷൻ ഡി സിനഗോഗ് അധികാരിയെ. നമുക്ക് അത്ര ഉറപ്പില്ല അല്ലേ ഇപ്പോഴും? വായിച്ചതായിട്ട് ഓർമ്മയുണ്ടോ ഈ ഭാഗം? ഓർമ്മയില്ല. ഇല്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്താണ്, നമുക്ക് നോക്കാം. കമ്പ്യൂട്ടർ പ്ലീസ്. ഓപ്ഷൻ ഡി സിനഗോഗ് അധികാരിയെ റോങ് ആൻസർ ആണ്. നമുക്ക് ചോദിക്കാം കമ്പ്യൂട്ടറിനോട് തന്നെ. ഓക്കെ. കമ്പ്യൂട്ടർ പ്ലീസ്. ഓപ്ഷൻ എ ഹെറോദസിനെ, അതാണ് റൈറ്റ് ആൻസർ. യേശുവിനെ വധിക്കാൻ ഹെറോദസ് തയ്യാറെടുക്കുന്ന വിവരം ഫരിസേയർ യേശുവിനെ അറിയിക്കുമ്പോൾ യേശുവിന്റെ പ്രതികരണമാണ് ഇങ്ങനെ, നിങ്ങൾ പോയി ആ കുറുക്കനോട് പറയുവിൻ, ഞാൻ ഇന്നും നാളെയും പിശാചുക്കളെ പുറത്താക്കുകയും രോഗശാന്തി നൽകുകയും ചെയ്യും എന്ന് പറയുന്ന ഭാഗം. കുഴപ്പമില്ല. ആദ്യത്തെ ചോദ്യം ഇനിയും കിടക്കുകയാണ് ചോദ്യങ്ങൾ അല്ലേ? അതിൽ ടെൻഷൻ ആവേണ്ട കാര്യമില്ല. ഇതുപോലെ ആദ്യം വന്ന് വളരെ ചെറിയ സ്കോറിൽ ഇരുന്നിട്ട് ഫൈനൽ നല്ല സ്കോർ വാങ്ങിച്ചിട്ട് പോയുള്ളവർ ഒത്തിരി പേരുണ്ട് കാനാൻ ദേശം സീസൺ 2. ഓക്കെ, ശരിയാവും. അപ്പൊ നമുക്ക് ഒരു കാര്യം ചെയ്യാം.
ആദ്യത്തെ ചോദ്യം വന്നപ്പോൾ മുഖത്തൊരു ചെറിയ വാട്ടം. നമുക്ക് വീട്ടിൽ നിന്ന് വന്നവരെ പരിചയപ്പെടാം. അവരുമായിട്ടൊക്കെ സംസാരിച്ചിട്ട് വരുമ്പോൾ ടെൻഷനൊക്കെ മാറും. പോകാം അങ്ങോട്ട്. അരുൺ മാത്യു, ഞാൻ എപ്പിസോഡിന്റെ ആദ്യം പറഞ്ഞു. പറയൂ, ഇപ്പോൾ എന്താണ് അരുൺ? ഞാനിപ്പോ തമിഴ്നാട്ടിലാണ്. ഞാനിവിടെ ഡിപ്ലോമ ഇൻ കെമിക്കൽ എഞ്ചിനീയറിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പഠിച്ചുകൊണ്ടിരിക്കുന്നു. എങ്ങനെ പോകുന്നു? ഇപ്പോഴും വചനം പഠനം ഉണ്ടോ? തീർച്ചയായിട്ടും വചനമെല്ലാം നന്നായിട്ട് വായിക്കുന്നുണ്ട്. സീസൺ 1 വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. തീർച്ചയായിട്ടും ഇവിടെ കാനാൻ ദേശത്ത് വന്നതുകൊണ്ടാണ് അധികം കുറച്ചും കൂടി ആഴമായിട്ട് ബൈബിൾ പഠിക്കാനായിട്ട് സാധിച്ചു. എന്നാലും കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ലെവൽ എല്ലാം കൂടിയത് ഇവിടെ വന്നതിന് ശേഷമായിരുന്നു. ഇപ്പോഴും വചനമെല്ലാം പഠിക്കുന്നുണ്ട്. നിങ്ങളുടെ എല്ലാം പെർഫോമൻസ് കണ്ടിട്ടും നിങ്ങളുടെ കാനാൻ ദേശം സീസൺ 1 കണ്ടിട്ടാണ് ഇപ്പൊ കൂടുതൽ ആൾക്കാർ കാനാൻ ദേശം സീസൺ 2 വരുന്നത്. നിങ്ങളുടെ എല്ലാം കോൺട്രിബ്യൂഷൻ ഉണ്ട് അതില്. ഇപ്പോൾ ഏത് കോളേജിലാണ് പഠിക്കുന്നത്? ഇവിടെ കൊങ്കു വെല്ലാർ എന്ന് പറഞ്ഞൊരു കോളേജാണ്. ഈ റോഡിൽ സീനാപുരം എന്ന് പറഞ്ഞ സ്ഥലത്താണ് കോളേജ്. വളരെ റിമോട്ടഡ് ആയിട്ടുള്ള ഏരിയ ആണോ അത്? അതെ. അവിടെ കോളേജിൽ റാഗിംഗ് ഒക്കെ ഉണ്ടോ? ഇല്ല, റാഗിംഗ് അങ്ങനെയൊന്നും കുഴപ്പമില്ല. ഒന്നുമില്ല. ഏത് മാനേജ്മെന്റ് ആണ് അവിടെ? തമിഴ് അവിടെ കൊങ്കു എന്ന് പറഞ്ഞ ഗൌഡാസിന്റെ ഒരു ഇതാണ്, മാനേജ്മെന്റ് ആണ്. അവിടെ തന്നെ ഞങ്ങൾക്ക് ജീസസ് യൂത്ത് ഉണ്ട്. ഈറോഡ് ജീസസ് യൂത്ത് ഉണ്ട്. വളരെ നല്ല ആക്റ്റീവ് ആയിട്ടുള്ള ജീസസ് യൂത്ത് ആണ്. അവിടെ ഞങ്ങള് സൺഡേസിലെല്ലാം അവിടെ ചർച്ചുണ്ട്. നമ്മുടെ മലയാളം മാസമുള്ള ചർച്ചുണ്ട്. അവിടെ അഗ്രഹാരം എന്ന് പറഞ്ഞ സ്ഥലത്ത് ലൂർദ് മാത ഫൊറോന ചർച്ച് എന്നാണ്. അവിടെയാണ് പോകുന്നത്. ആക്റ്റീവ് ആയിട്ടുള്ള ജീസസ് യൂത്ത് ഒക്കെ ഉണ്ട് അവിടെ. അവിടെ മലയാളം കുർബാന കാണാൻ മലയാളം കുർബാനയാണ്. നമ്മുടെ അച്ഛന്മാരെങ്കിലും ഉണ്ടോ അവിടെ? നമ്മുടെ അച്ഛന്മാരുണ്ട്, പിന്നെ തീർച്ചയായിട്ടും ഉണ്ട്. അവിടെ ഒരു 408 ഫാമിലീസ് ഉണ്ട് ആ ചർച്ചിൽ. അത്രയുണ്ട്. അത്രയും ഫാമിലീസ് ഉണ്ട്. ശരി, മലയാളീസ് നന്നായിട്ടുള്ള ഏരിയ പേരുണ്ട്. അതൊരു ഭാഗ്യം അല്ലേ? അവിടെ തന്നെ ഇവിടുത്തെ അമ്മച്ചിമാരെ അപ്പച്ചമാരെ പോലെയൊക്കെ തന്നെ ട്രസ്റ്റ് ചെയ്ത് നല്ല ആദ്യം കണ്ടപ്പോൾ ഭയങ്കര ഒരു അത്ഭുതമായിരുന്നു. പിന്നെ വളരെ സന്തോഷം തോന്നി. അവിടെ പോയി ഞായറാഴ്ചയിൽ പോകുമ്പോൾ വളരെ സന്തോഷമുണ്ട്. നമ്മുടെ നാട് പോലെ തന്നെ. തീർച്ചയായിട്ടും. അപ്പൊ ജീസസ് യൂത്തിന്റെ പ്രവർത്തനങ്ങൾ എന്താണ് നിങ്ങൾ അവിടെ? വളരെ നല്ല എല്ലാ സൺഡേസിലും മാസ് കഴിഞ്ഞാൽ ഞങ്ങൾ ഏകദേശം ഒരു 1 hour എല്ലാവരും ഗ്യാദർ ചെയ്ത് ജസ്റ്റ് വചനങ്ങൾ ഷെയർ ചെയ്യും. എന്തെങ്കിലും പ്രേയേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ എല്ലാവരുടെയും പ്രേയർ റിക്വസ്റ്റ് ഒക്കെ ഞങ്ങൾ പ്രാർത്ഥിക്കും. അതുപോലെ തന്നെ ഇപ്പൊ ക്രിസ്മസിനാണെങ്കിലും ഞങ്ങൾ ഈ 18th ഡിസംബർ 18th ഉദയം എന്ന് പറഞ്ഞൊരു ജസ്റ്റ് ഒരു CMI ഫാദേഴ്സ് നടത്തുന്ന ഒരു ഇതുണ്ട്. അതായത് സ്പെഷ്യൽ സ്കൂൾ ഫോർ മെന്റലി ചലഞ്ച്ഡ് കുട്ടികളുടെ സ്കൂള്. ഞങ്ങൾ അവിടെ പോയി അവരുടെ ഒപ്പമായിരുന്നു ക്രിസ്മസ്. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. മക്കളെല്ലാവരും കാണാനും അവരുടെ ഒപ്പം ജസ്റ്റ് ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാൻ സാധിച്ചത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. വെരി ഗുഡ്. ഒത്തിരി സന്തോഷം വിവരങ്ങൾ അറിഞ്ഞതിൽ. വീണ്ടും അങ്ങോട്ടേക്ക് വരാം, മറ്റുള്ളവരെ പരിചയപ്പെടാം. ഒരു ചോദ്യം കൂടെ ചോദിച്ചിട്ട് അല്ലേ? ഇപ്പൊ ടെൻഷനൊക്കെ മാറിയില്ലേ? ചേട്ടൻ പഠിക്കാൻ സഹായിച്ചിരുന്നോ? ബൈബിൾ പഠിക്കാൻ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ചേട്ടൻ ടിപ്സുകളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടാവും അല്ലേ? അപ്പൊ നമുക്ക് ആ സന്തോഷത്തോടെ ധൈര്യത്തോടെ, പിന്നെ നമുക്ക് എത്ര മാർക്ക് കിട്ടുന്നു എത്ര പോയിന്റ് കിട്ടുന്നു എന്നുള്ളതല്ല കാനാൻ ദേശം അല്ലേ? അതുകൊണ്ട് അതിനെപ്പറ്റി വറി ചെയ്യേണ്ട. അറിയാവുന്ന ആൻസർ മോൾ ധൈര്യമായിട്ട് പറയാ. പോകാം ചോദ്യത്തിലേക്ക്. കാനാൻ ദേശം സീസൺ 2 സിൽവർ റൗണ്ടിൽ ക്രിസ്റ്റീന മാത്യുവിനുള്ള രണ്ടാമത്തെ ചോദ്യം. ദൈവത്തിന്റെ വിശുദ്ധ പർവ്വതമായി സങ്കീർത്തനങ്ങളിൽ പറയുന്ന പർവ്വതം ഏതാണ്? ദൈവത്തിന്റെ വിശുദ്ധ പർവ്വതമായി സങ്കീർത്തനങ്ങളിൽ പറയുന്ന പർവ്വതം ഏതാണ്? ഓപ്ഷൻസ്: A. Sinai, B. Sion, C. Bashan and D. Ebal. ഇതിൽ ഏത് ഓപ്ഷനാണ്? ഏത് പർവ്വതമാണ് ദൈവത്തിന്റെ വിശുദ്ധ പർവ്വതമായി സങ്കീർത്തനങ്ങളിൽ പറയുന്നത്? ഓപ്ഷൻ ബി സിയോൻ. ഓപ്ഷൻ ബി സിയോൻ. മോൾക്ക് ഉറപ്പാണെങ്കിൽ ഞാൻ ലോക്ക് ചെയ്യാം. ഉറപ്പാണോ? കമ്പ്യൂട്ടർ പ്ലീസ് ലോക്ക് ഓപ്ഷൻ ബി സിയോൻ. ഇതിൽ ഡൗട്ടൊന്നും ഇല്ലല്ലോ അല്ലേ? ഇല്ല. വേറെ ഒന്നും മനസ്സിൽ വന്നില്ല. സിയോൻ തന്നെ ആൻസർ അറിയാം നമുക്ക്. എങ്കിൽ ഞാൻ ചോദിക്കാം. കമ്പ്യൂട്ടർ പ്ലീസ് ഓപ്ഷൻ ബി സിയോൻ റൈറ്റ് ആൻസർ. അപ്പോൾ ചേട്ടന്റെ എങ്ങനെ വിളിക്കുക? ചേട്ടായി, അച്ചാച്ചൻ. ആദ്യമായിട്ട് അച്ചാച്ചനോടൊക്കെ സംസാരിച്ച് തിരിച്ചു വന്നപ്പോൾ ഒരു എനർജി അല്ലേ? നമുക്ക് കുറച്ചുകൂടെ എനർജിയിലേക്ക് പോവാം. അടുത്തിരിക്കുന്ന പപ്പായും എല്ലാവരെയും പരിചയപ്പെട്ടിട്ട് വരാം. അടുത്തയാളിലേക്ക് പോവാം. ഓക്കെ. ആരാണ് ക്രിസ്റ്റീനയുടെ? ഞാൻ ക്രിസ്റ്റീനയുടെ ഒരുമിച്ചുള്ള ഹസ്ബൻഡാണ്. ഞങ്ങള് പുസ്തകത്തിനടുത്ത് കാണിയാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസിക്കുന്നത്. അരുൺ ചെറുപ്പം മുതൽ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് പഠിച്ച കുട്ടിയാണ്. അവന്റെ പേരൻസ് ഒക്കെ പുറത്തായിരുന്നല്ലോ. രണ്ടുപേരും പുറത്താ പേരൻസ്. ആ സമയത്ത് അവൻ 12ാം ക്ലാസ് വരെ ഞങ്ങളുടെ അടുത്തായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ പള്ളിയിലായിട്ട് സൺഡേ സ്കൂളിലായിട്ട് എല്ലാ രീതിയിലും നല്ല രീതിയിൽ ഞങ്ങളെ വളർത്തിക്കൊണ്ട് വന്നതാണ്. ആ രീതിയിലെല്ലാം നന്നായി വന്നിട്ടുണ്ട്. പിന്നെ
JKG LKG UKG വരെയും ക്രിസ്ത്യന മാത്യു വീട്ടിൽ നിന്ന് പഠിച്ചതാ. അപ്പൊ അവിടെ ഞങ്ങൾക്ക് അടുത്തൊരു പള്ളിയുണ്ട്, കുറ്റാപ്പള്ളി. അവിടെ എപ്പോഴും അടുത്തായതുകൊണ്ട് പിള്ളേർക്ക് പോകാനും നല്ല ഒരു പള്ളിയാണ്. എല്ലാവരുമായിട്ട് ഇടപെടാനും പ്രാർത്ഥിക്കാനും സൺഡേസ് വലിയ അറിയപ്പെടുന്ന സൺഡേ സ്കൂൾ ഉണ്ട് അവിടെ. അപ്പൊ ഇതുങ്ങളെല്ലാം അവിടെ വിട്ടുകൊണ്ട് നല്ലൊരു അത്യാവശ്യം വിശുദ്ധ ജീവിതം നയിക്കാൻ ഇവർക്ക് സഹായിച്ചിട്ടുണ്ട്. അതേ രീതിയിൽ പഠിപ്പിച്ചു വിട്ടങ്ങളാണ് ഇവരൊക്കെ. സാറിന്റെ പേര്? എന്റെ പേര് പൗലോസ്. പൗലോസ്. എന്തായാലും നമ്മൾ സാധാരണ കേൾക്കാറുണ്ട്, ചെറുപ്പത്തിലെ വിദേശത്ത് പോയിരിക്കുന്ന അപ്പനും അമ്മയും ഉള്ള വീടുകളിൽ കുട്ടികൾക്കുണ്ടാവുന്ന മാനസിക ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ. പക്ഷെ ഇവിടെ അവരുടെ കുറവ് നികത്തി നിങ്ങളുടെ കൂടെയുള്ള ട്രെയിനിങ്ങിൽ ഇതാ 2 മുത്തുകൾ അല്ലേ? ശരിക്കും ദൈവത്തെ പ്രത്യേകം സ്തുതിക്കുക കാര്യത്തിൽ. കാരണം ഇന്നവർ നശിക്കുപോലെ നല്ല രീതിയിൽ കയറി വന്നതിൽ ഏറ്റവും നല്ല സന്തോഷമുണ്ട് സാർ. തീർച്ചയായിട്ടും അതാ ഞാൻ പറഞ്ഞു വന്നത്. കാരണം രണ്ടുപേരും, അതായത് കാനാൻ ദേശം സീസൺ 1 സെമി ഫൈനലിസ്റ്റായ ചേട്ടൻ ഇപ്പൊ ഇതാ സീസൺ 2 അനിയത്തി എത്തിയിരിക്കുകയാണ്. അപ്പം അത് പേരൻസിനോടൊപ്പം അതുപോലെ തന്നെ തുല്യതയുണ്ട് നിങ്ങളുടെ പങ്കിനും നിങ്ങളുടെ പാട്ടിനും അതിനകത്ത്. ഞങ്ങളുടെ കുട്ടികളെ വളർത്തണമായി അതേപോലെ എനിക്ക് ഇച്ചിരൂടെ കാര്യമായിട്ട് അവർ ഈ കാര്യങ്ങൾ കൊണ്ടുവരുന്നത്, ദൈവിക കാര്യങ്ങൾ വളർത്തിക്കൊണ്ടുവന്നത്. കാരണം തെറ്റിപ്പോയിരിക്കാനും പിന്നെ ഈ പറഞ്ഞ പള്ളിയും സൺഡേ സ്കൂളും എല്ലായിട്ടും ഞങ്ങളും അടുത്ത് നിൽക്കുന്നതുകൊണ്ട് ഞങ്ങളുടെ മാതാപിതാക്കളും അത്യാവശ്യം പ്രാർത്ഥനയുള്ള ആൾക്കാരുകൊണ്ട് ഞങ്ങൾ അങ്ങനെ പഠിച്ചു വന്നവരാ. അത് കാരണം അതേ രീതി തന്നെ പിള്ളേരെല്ലാം. സാറിന്റെ മക്കളൊക്കെ? എനിക്ക് 2 പേര്. അവരൊക്കെ എന്ത് ചെയ്യുന്നു? ഒരു ആണും ഒരു പെണ്ണുവാ. 2 പേരും നേഴ്സുമാരാ. മകളെ മൂത്ത അവളെ അവളെ വിവാഹം കഴിച്ചു വിട്ടു. അവള് സൗദിയിൽ ജോലി ചെയ്യുന്നു. അവള് ഹസ്ബൻഡും കുട്ടികളായിട്ട് അവിടെ ജീവിക്കണം. രണ്ടാമത്തെ ആള് പഠിത്തം കഴിഞ്ഞ് നിൽക്കണം, ജോലിയിലായിട്ടില്ല. ഓക്കെ. അപ്പൊ ഒത്തിരി സന്തോഷം പരിചയപ്പെട്ടതില്. നമുക്ക് അടുത്ത ആളിലേക്ക് പോകാം. അതിനു മുമ്പ് ഒരു ചോദ്യം കൂടെ കഴിഞ്ഞിട്ട് വരാം. റെഡിയല്ലേ? അപ്പൊ വീണ്ടും ഇച്ചിരി എനർജി ആയില്ലേ? എങ്ങനെയാ വിളിക്കുക അദ്ദേഹത്തെ? പപ്പാന്നാ വിളിക്കുക. ഓക്കെ. അപ്പൊ അതിൽ നിന്ന് കിട്ടിയ എനർജിയിലൂടെ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. കാനാൻ ദേശം സീസൺ 2 സിൽവർ റൗണ്ടിൽ ക്രിസ്റ്റീന മാത്യുവിനുള്ള 3ാമത്തെ ചോദ്യം. നിന്റെ സിംഹാസനം എന്നേക്കും നിലനിൽക്കുമെന്ന് നാഥാൻ പ്രവാചകൻ വഴി കർത്താവ് അരുളി ചെയ്തത് ആരോടാണ്? നിന്റെ സിംഹാസനം എന്നേക്കും നിലനിൽക്കുമെന്ന് നാഥാൻ പ്രവാചകൻ വഴി കർത്താവ് അരുളി ചെയ്തത് ആരോടാണ്? ഓപ്ഷൻ എ സാവൂളിനോട്, ഓപ്ഷൻ ബി സാമുവലിനോട്, ഓപ്ഷൻ സി ദാവീദിനോട്, ആൻഡ് ഓപ്ഷൻ ഡി ജോനാഥനോട്. ആരോടാണ് നിന്റെ സിംഹാസനം എന്നേക്കും നിലനിൽക്കുമെന്ന് നാഥാൻ പ്രവാചകൻ വഴി കർത്താവ് അരുളി ചെയ്തത്? ഓപ്ഷൻ സി ദാവീദിനോട്. ഓപ്ഷൻ സി ദാവീദിനോട്. ലോക്ക് ചെയ്യാമോ? ചെയ്യാം. ഉറപ്പാണോ? ഉറപ്പാണ്. കമ്പ്യൂട്ടർ പ്ലീസ് ലോക്ക് ഓപ്ഷൻ സി ദാവീദിനോട്. ഇത് വായിച്ചതായിട്ട് ഓർമ്മയുണ്ട്? ഓർമ്മയുണ്ട്. ഇതാണ് നാഥാൻ പ്രവാചകൻ വഴി കർത്താവ് അരുളി ചെയ്തത് ദാവീദിനോടാണ്. ഉറപ്പാണ്? ചോദിക്കാൻ വയ്ക്കും. കമ്പ്യൂട്ടർ പ്ലീസ്. ഓപ്ഷൻ സി റൈറ്റ് ആൻസർ, ദാവീദിനോട്. 2 സാമുവൽ 7:16-17 ഈ ഭാഗം പറയുന്നത്. ഇപ്പോൾ നന്നായിട്ട് പോകുന്നു അല്ലേ? ആദ്യത്തെ ആ ടെൻഷൻ മാറി. നമുക്ക് പപ്പായെ, ഇനി അടുത്തതും പപ്പായാണോ? പപ്പായ തന്നെയാണ് വിളിക്കുക. ഓക്കെ, പപ്പായെ പരിചയപ്പെടാം. ക്രിസ്റ്റീനയുടെ പപ്പായാണ്. ഞാന് ദുബൈയിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. കുറെ കാലമായിട്ട് ദുബൈയിൽ തന്നെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് മകനെയും വളർത്തിയതൊക്കെയും ഇവരാണ്. അദ്ദേഹം പറഞ്ഞിരുന്നു. അപ്പം എനിക്കും വളരെ സന്തോഷകരമായ ഒരു വീടായിരുന്നു അത്. വളരെ സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു എനിക്ക്. കാരണം എന്റെ കുഞ്ഞുങ്ങൾ അവിടെ വളരുമ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ ആ ഒരു രീതിയിൽ തന്നെ വളർത്തി കൊണ്ടുവരാനായിട്ട് അവരെ കൊണ്ട് സാധിച്ചു. അതിൽ അങ്ങേയറ്റം സന്തോഷമുണ്ട്. പിന്നെ ഇപ്പം ഞാൻ ദുബൈയിൽ നിന്നും ജോലി ക്യാൻസൽ ചെയ്ത് ഞാനിപ്പോൾ വീട്ടിൽ വന്നിരിക്കുകയാണ്. കാരണം ഇപ്പോൾ ഞാൻ കുഞ്ഞുങ്ങളെ പുല്ലാട് എന്ന് പറയുന്ന സ്ഥലത്ത്, അവിടെയാണ് ഞങ്ങളുടെ വീട്. അപ്പൊ അവിടെ ഞങ്ങൾ ഇപ്പോൾ ഒരുമിച്ച് താമസിക്കുന്നു. പഠിക്കുന്നത് ഇരവിവേരൂർ എന്ന് പറഞ്ഞ സ്ഥലം, OEM പബ്ലിക് ഹൈസ്കൂളിലാണ് പഠിക്കുന്നത്. പഠിത്തമൊക്കെ നല്ല രീതിയിൽ പോകുന്നു. ഞാൻ അതിന്റെ ഇടയ്ക്ക് ചോദിച്ചോട്ടെ, കാരണം ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞത് ദുബായിൽ വിദേശത്ത് ജോലി ചെയ്യുന്ന പേരൻസിനെ പറ്റി എല്ലാവരും പറയാറുണ്ട്. പക്ഷെ അവരുടെ ഒരു വേദന,
കാരണം മക്കൾക്ക് വേണ്ടിയിട്ടാണ് അവര് അവിടെ പോയി കിടന്ന് അധ്വാനിക്കുന്നതെങ്കിലും ഭൂരിപക്ഷം ആൾക്കാരും പറഞ്ഞത് അവർക്കെന്താ ഇവിടെ വന്നാല് മക്കളെ നോക്കിയാൽ എന്താണ്. പക്ഷെ അവരുടെ ഒരു വേദനയുണ്ട്. ഇത് നമ്മുടെ ഒരു കേസിൽ ഇവരുണ്ടായിരുന്നത് കൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് വളരെ സെക്യൂർ ആയിരുന്നു. അതെ അതെ, വലിയൊരു ആശ്വാസമായിരുന്നു. കാരണം ഞങ്ങള് നോക്കുന്നതിനെക്കാട്ടിലും അധികമായിട്ടാണ് എന്റെ മക്കളെ ഇവര് നോക്കിയത്. അതിൽ വളരെയധികം സന്തോഷവും ദൈവത്തിന് നന്ദി പറയുകയും ചെയ്യുന്നു. കാരണം എനിക്ക് ഒരു പേടിയുമില്ലായിരുന്നു. കാരണം എന്റെ മക്കളെ പിന്നെ അങ്ങോട്ട് പോകുന്നതിനോ ഇങ്ങോട്ട് വരുന്നതിനോ വളരെ വളരെ കെയർ ചെയ്തുകൊണ്ടാണ് അവരെ വളർത്തിയത്. അതിൽ ഞാൻ വളരെ വളരെ നന്ദി. അത് തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു അല്ലേ? അങ്ങനെ വളർന്നു വന്ന മക്കളാണെന്ന് അവർ തെളിയിക്കുന്നുണ്ട് അല്ലേ? നല്ല നല്ല തീർച്ചയായിട്ടും അതിൽ ഞാൻ അങ്ങേയറ്റം സന്തോഷിക്കുന്നുണ്ട്. പേരെങ്ങനെയാണ്? സാം കുട്ടി എന്നാണ് വീട്ടിൽ വിളിക്കുന്നത്. സാം കുട്ടി. അതെ. ഓക്കെ. ജോൺ മാത്യു എന്നാണ് ഒഫീഷ്യൽ നെയിം. ജോൺ മാത്യു. അപ്പൊ ഞാൻ കൂടുതൽ വിശേഷങ്ങൾ ചോദിക്കാം. എന്തായാലും നിങ്ങളുടെ സംഗീത വിശേഷങ്ങളൊക്കെ കൂടുതൽ അറിയാം. ഞാൻ ഒരു ചോദ്യം കൂടെ ചോദിച്ചിട്ട് നമുക്ക് ഇടയ്ക്ക് ക്രിസ്റ്റീനയുടെ ഒരു പാട്ടൊക്കെ കേട്ട് തിരിച്ചു വരാം. റെഡിയല്ലേ ക്രിസ്റ്റീന? പോകാം അടുത്ത ചോദ്യത്തിലേക്ക്. കാനാൻ ദേശം സീസൺ 2 സിൽവർ റൗണ്ടിൽ ക്രിസ്റ്റീന മാത്യുവിനുള്ള 4ാമത്തെ ചോദ്യം. യൂദാസ് എഴുതിയ ലേഖനത്തിൽ പ്രതിപാദിക്കുന്ന പ്രധാന മാലാഖ ആര്? യൂദാസ് എഴുതിയ ലേഖനത്തിൽ പ്രതിപാദിക്കുന്ന പ്രധാന മാലാഖ ആര്? ഓപ്ഷൻ എ ഗബ്രിയേൽ, ഓപ്ഷൻ ബി റഫായേൽ, ഓപ്ഷൻ സി ജഹൂദിയേൽ ആൻഡ് ഓപ്ഷൻ ഡി മിഖായേൽ. ഏത് മാലാഖയാണ് യൂദാസ് എഴുതിയ ലേഖനത്തിൽ പ്രതിപാദിക്കുന്ന പ്രധാന മാലാഖ? ഓപ്ഷൻ ഡി മിഖായേൽ മാലാഖ. ഓപ്ഷൻ ഡി മിഖായേൽ മാലാഖ. ക്രിസ്റ്റീനയ്ക്ക് ഉറപ്പാണെങ്കിൽ ഞാൻ അത് ലോക്ക് ചെയ്യാം. ഏതാണ് ഞാൻ ലോക്ക് ചെയ്യേണ്ടത്? പറഞ്ഞോളൂ. ലോക്ക് ചെയ്യട്ടെ? കമ്പ്യൂട്ടർ പ്ലീസ് ലോക്ക് ഓപ്ഷൻ ഡി മിഖായേൽ. വേറെ ഏതെങ്കിലും മനസ്സിൽ വന്നിരുന്നോ? ഓപ്ഷൻ ബി വന്നിരുന്നു. ഓപ്ഷൻ ബി. എനിഹോ നമുക്ക് കൺഫ്യൂഷൻ വയ്ക്കണ്ട, നമുക്ക് ചോദിക്കാം. ഓക്കെ. കമ്പ്യൂട്ടർ പ്ലീസ്. ഓപ്ഷൻ ഡി മിഖായേൽ റൈറ്റ് ആൻസർ. 4 ചോദ്യങ്ങൾ കഴിഞ്ഞിരിക്കുന്നു മോളെ. സിൽവർ റൗണ്ടിൽ നമുക്ക് സ്കോർ അറിയാം. പോയിന്റ് ബാങ്കിൽ ഷാലറ്റിനോട് ചോദിക്കാം. ഷാലറ്റ് പ്ലീസ്. കാനാൻ ദേശം സീസൺ 2 സിൽവർ റൗണ്ടിൽ ക്രിസ്റ്റീന മാത്യുവിനുള്ള പോയിന്റ്സ്. For the first question, no points. And second question, 10 points. Third question, 10 points. And the last question, that is the silver question, 10 points. And total silver roundil Christina Matthew ലഭിക്കുന്ന points 30 points. ഇപ്പോൾ ആദ്യത്തെ റൗണ്ട് കഴിഞ്ഞു. 30 മാർക്സ്, 30 പോയിന്റ്സ്. പോകാം അടുത്ത റൗണ്ടിലേക്ക്. പോകാം. കാനാൻ ദേശം സീസൺ 2 ദ നെക്സ്റ്റ് റൗണ്ട് ഗോൾഡൻ റൗണ്ട്. ഗോൾഡൻ റൗണ്ടിലും 4 ചോദ്യങ്ങളാണ്. ഇവിടെ ഓപ്ഷൻസ് ഉണ്ടാവില്ല. മറിച്ച് ലൈഫ് ലൈൻ മുമ്പിലിരിക്കുന്ന ബൈബിൾ നോക്കി ആൻസർ ചെയ്യാനുള്ള അവസരമുണ്ട്. അങ്ങനെ ആൻസർ ചെയ്യുകയാണെങ്കിൽ 10 പോയിന്റ്സിന് പകരം 5 പോയിന്റ്സ് ആണ് ലഭിക്കുക. ഇവിടെയും 2 ചോദ്യങ്ങൾ അടുത്ത് തെറ്റിയാൽ 10 പോയിന്റ്സ് മൈനസ് ആവും. 4 ചോദ്യങ്ങൾ റൈറ്റ് ആണെങ്കിൽ 10 പോയിന്റ്സ് ബോണസ് ലഭിക്കും. ഇതാണ് ഗോൾഡൻ റൗണ്ട്. സംശയമൊന്നുമില്ലല്ലോ? ഇല്ല. പോകാം ആദ്യത്തെ ചോദ്യത്തിലേക്ക്. പോകാം. കാനാൻ ദേശം സീസൺ 2 ഗോൾഡൻ റൗണ്ടിൽ ക്രിസ്റ്റീന മാത്യുവിനുള്ള 1ാമത്തെ ചോദ്യം. മൃത്യുവിൽ നിന്ന് രക്ഷിക്കുകയും അന്ധകാരത്തിൽപ്പെടുന്നതിൽ നിന്ന് കാത്തുകൊള്ളുകയും ചെയ്യുന്നത് എന്താണെന്നാണ് തോബിത്തിന്റെ പുസ്തകത്തിൽ പറയുന്നത്? മൃത്യുവിൽ നിന്ന് രക്ഷിക്കുകയും അന്ധകാരത്തിൽപ്പെടുന്നതിൽ നിന്ന് കാത്തുകൊള്ളുകയും ചെയ്യുന്നത് എന്താണെന്നാണ് തോബിത്തിന്റെ പുസ്തകത്തിൽ പറയുന്നത്? എന്തായിരിക്കും? ആലോചിച്ച് നോക്കുമ്പോൾ
ഗോൾഡൻ റൗണ്ട് ആണ്. ആൻസർ അറിയില്ലെങ്കിൽ ലൈഫ് ലൈൻ ചൂസ് ചെയ്യാനുള്ള അവസരമുണ്ട്. അറിയാമെങ്കിൽ ആൻസർ പറയാം. ലൈഫ് ലൈൻ. യുവർ ടൈം. മൃത്യുവിൽ നിന്ന് രക്ഷിക്കുകയും അന്ധകാരത്തിൽ പെടുന്നതിൽ നിന്ന് കാത്തുകൊള്ളുകയും ചെയ്യുന്നത് എന്താണെന്നാണ് തോബിത്തിന്റെ പുസ്തകത്തിൽ പറയുന്നത്. ഇനി 10 സെക്കൻഡ്സ് ഉണ്ട്. പറഞ്ഞോളൂ. പാപം ലംഘിക്കാതിരിക്കുക. ഓക്കെ, നമുക്ക് ചോദിക്കാം. കമ്പ്യൂട്ടർ പ്ലീസ്. ദാനധർമ്മം. തോബിത്ത് 4-ാം അധ്യായം 10-ാം വാക്യം ഒന്ന് നോക്കൂ. ഒന്ന് വായിക്കാമോ? എന്തെന്നാൽ ദാനധർമ്മം മൃത്യുവിൽ നിന്ന് രക്ഷിക്കുകയും അന്ധകാരത്തിൽ പെടുന്നതിൽ നിന്ന് കാത്തുകൊള്ളുകയും ചെയ്യുന്നു. അതാണ് ആൻസർ. അവിടം വരെ എത്തിയിരുന്നു മോള്? അവിടം വരെ എത്തിയില്ല മോളെ. സിൽവർ റൗണ്ടിലും ആദ്യത്തെ ചോദ്യം നമുക്ക് മിസ്സായിരുന്നു, ഗോൾഡൻ റൗണ്ടിലും. പക്ഷെ ബാക്കിയുള്ള ചോദ്യങ്ങളെല്ലാം ഇതും അങ്ങനെ പ്രതീക്ഷിക്കാം നമുക്കല്ലേ? ടെൻഷൻ വീണ്ടും കയറിയോ? അല്പം ചെറുതായിട്ട്. അപ്പൊ നമുക്കത് മാറ്റാൻ ഒന്നുകൂടെ ചെയ്യാം. ഒരു വഴിയും കൂടെ ചെയ്തു തരാം. നമുക്കിനി ഇതായിരിക്കുന്നു, എനർജി തരാനുള്ള ആൾക്കാർ നീണ്ട നിരയാണ് അവിടെ. നമുക്ക് അങ്ങോട്ട് ഒന്നുകൂടെ പോയിട്ട് വരാം. രണ്ടുപേരെ കൂടെ നമ്മൾ പരിചയപ്പെടാനുണ്ട്. പറയൂട്ടാ, പേര് പറയൂ. എന്റെ പേര് ആഞ്ചൽ മാത്യു. അഞ്ചൽ ആരാണ്? ക്രിസ്റ്റീനയുടെ എന്റെ ചേച്ചിയാണ്. മോൻ ഏത് ക്ലാസ്സിലാ പഠിക്കുന്നത്? ഞാൻ 5th സ്റ്റാൻഡേർഡില്. 5th. ഏതാണ് സ്കൂള്? OEM പബ്ലിക് സ്കൂൾ. ഓക്കെ. ഇപ്പൊ ചേട്ടൻ വന്നു കാനാൻ ദേശം സീസൺ 1, ചേച്ചി വന്നു സീസൺ 2. മോന് ഇവിടെ വരാൻ ആഗ്രഹമുണ്ടോ? ഉണ്ടായിരുന്നു. ഇന്നാ എനിക്ക് ചാൻസ് കിട്ടിയത്. കിട്ടിയില്ല. നമുക്ക് ഇനി ശ്രമിക്കാം. 5ാം ക്ലാസ്സിലല്ലേ ആയുള്ളൂ? ചേച്ചി ഇപ്പൊ 8ാം ക്ലാസ്സിലെത്തിയപ്പോഴല്ലേ ചേച്ചി ഇവിടെ എത്തിയത്. മോൻ ഇപ്പോഴേ പഠിച്ചു തുടങ്ങിയാൽ കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇവരെ കഴിഞ്ഞ് 2 പേരെ കഴിഞ്ഞ് ബെറ്റർ ആയിട്ട് നമുക്ക് വരാൻ പറ്റും, അല്ലേ? പരിശ്രമിക്കുവോ അതിനുവേണ്ടി? ഹാർഡ് വർക്ക് ചെയ്യണം. എല്ലാ ദിവസവും വായിക്കണം, സമയം ഉണ്ടാക്കി. അപ്പൊ ചേച്ചിക്ക് ധൈര്യമായിട്ട് വന്നിരിക്കുകയാണ് മോൻ കൂടെ, അല്ലേ? അപ്പൊ ഇനി ആന്റിഡയിൽ കൊടുക്കും. എന്റെ പേര് സാലി. ഞങ്ങളുടെ വീട് എറണാകുളം ജില്ലയില് പുത്തൻകുരിശിനടുത്ത് കാണിനാട് എന്ന് പറയും. പറഞ്ഞു കഴിഞ്ഞു. അതായത് മാതാപിതാക്കളില്ലാത്ത സമയത്ത് മാതാപിതാക്കളില്ലാത്ത സമയത്ത് എനിക്ക് 2 മക്കളാണ് ഞാൻ പ്രസവിച്ചത്. പക്ഷെ എന്നാലും 4 പേരും ഒരേ രീതിയിൽ തന്നെ, ആരും പറയില്ല മറ്റൊരു രീതിയിലാണെന്ന്. 4 പേരും ഒരുപോലെ തന്നെ വളർന്നു. ഒരു മാതാപിതാക്കളില്ലാത്ത ഒരു ദുഃഖം പോലും ഒരിക്കലും അവരറിഞ്ഞിട്ടില്ല. അതെല്ലാവരും ഞങ്ങളോട് പറയുകയും ചെയ്യും. അതുപോലെ ഒരു മനുഷ്യർ പോലും നോക്കൂല, അമ്മ ഇല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും. പക്ഷെ ഞങ്ങൾ അങ്ങനെ ഒരിക്കലും ഈ നിമിഷം വരെ ഇനി അങ്ങനെ കാണുകയില്ല, കാണാൻ പറ്റില്ല. അവർക്ക് ഞങ്ങളെ അതുപോലെ കാണാൻ പറ്റില്ല. 12 ക്ലാസ് വരെ അരുൺ ഞങ്ങളുടെ അടുത്ത് നിന്ന് പഠിച്ചു. അത് കഴിഞ്ഞ് പിന്നെ അതെ, അത് പറഞ്ഞു കഴിഞ്ഞു. ഞാൻ അതിന് പറയുകയും ചെയ്തു. അതായത് അമ്മ ഇപ്പം ക്രിസ്റ്റീനയുടെ അമ്മ ഇപ്പോൾ സൗദിയിലാണല്ലേ, വന്നിട്ടില്ല. പക്ഷെ അമ്മയ്ക്ക് പകരം അമ്മയെ പോലെ തന്നെ അല്ലേ, അമ്മ തന്നെ കൂടെ വന്നിരിക്കുകയാണ് സപ്പോർട്ടായിട്ട്. എന്താണ് ക്രിസ്റ്റീനയെ ബൈബിൾ പഠിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ധ്യാനത്തിന് പിള്ളേരെ രണ്ടുപേരെല്ലാം മറ്റേ മൂത്തവരെയും വിടാറുണ്ട്. ആ കൂടെ ഇവരെയും അതുപോലെ 2 നേരം പ്രാർത്ഥിക്കാനും ബൈബിൾ പഠിക്കാനും പാട്ട് പാടാനും എല്ലാം പഠിപ്പിക്കുകയോ എടുക്കുകയോ എല്ലാം ചെയ്തിട്ടുണ്ട്. അവർക്കും അതിൽ സന്തോഷം, ഞങ്ങൾക്കും അതിലേറെ സന്തോഷമായിരുന്നു ആ രീതിയിൽ വളർന്നു വന്നില്ല. പാട്ട് പാടാനെല്ലാം പഠിപ്പിച്ചിട്ടുണ്ട് അല്ലെ? എങ്ങനെ വിളിക്കുക? അത് പപ്പാന്നാണ് വിളിച്ചിരുന്നത്. ആന്റി എങ്ങനെ വിളിക്കുക? അമ്മച്ചി. ഓക്കെ. അപ്പം ഒത്തിരി സന്തോഷം ക്രിസ്റ്റീനയുടെ അമ്മച്ചി ഇവിടെ വന്ന് സപ്പോർട്ട് ചെയ്യുന്നതിന്. ഒരു ചോദ്യം കഴിയുമ്പോൾ ചെറിയതായിട്ടൊന്ന് ഒരു റോങ് ആൻസർ ആയാൽ അല്പം നെർവസ് ആവുന്നുണ്ട്. അത് മാറിയിരിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. പോകാം അടുത്ത ചോദ്യത്തിലേക്ക്. റെഡി? അമ്മച്ചിയുടെ സപ്പോർട്ട്, കുഞ്ഞനിയന്റെ സപ്പോർട്ട് എല്ലാവരുടെയും.
റെഡി? കനാൻ ദേശം സീസൺ 2 ഗോൾഡൻ റൗണ്ടിൽ ക്രിസ്റ്റീന മാത്യുവിനുള്ള രണ്ടാമത്തെ ചോദ്യം. അപ്പസ്തോല പ്രവർത്തനങ്ങളുടെ പുസ്തകത്തിൽ ആരുടെയൊക്കെ പ്രസംഗങ്ങളാണ് വിവരിച്ചിരിക്കുന്നത്? അപ്പസ്തോല പ്രവർത്തനങ്ങളുടെ പുസ്തകത്തിൽ ആരുടെയൊക്കെ പ്രസംഗങ്ങളാണ് വിവരിച്ചിരിക്കുന്നത്? ആൻസർ അറിയാമെങ്കിൽ പറഞ്ഞു നോക്കൂ. അപ്പസ്തോല പ്രവർത്തനങ്ങൾ പുസ്തകത്തിൽ ആരുടെയൊക്കെ പ്രസംഗങ്ങളാണ് വിവരിച്ചിരിക്കുന്നത്? ആൻസർ അറിയില്ലെങ്കിൽ നമുക്ക് ഒരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ, ലൈഫ് ലൈൻ. ലൈഫ് ലൈൻ. Your time. അപ്പസ്തോല പ്രവർത്തനങ്ങളുടെ പുസ്തകത്തിൽ ആരുടെയൊക്കെ പ്രസംഗങ്ങളാണ് വിവരിച്ചിരിക്കുന്നത്? ഇനിയും 21 സെക്കൻഡ്സ്. സോറി ക്രിസ്റ്റീന, ടൈം ഔട്ട് ആയിരിക്കുകയാണ്. എവിടെയാണ് നോക്കിയിട്ടിരുന്നത്? അപ്പസ്തോല പ്രവർത്തനങ്ങൾ എവിടെയാണ്? ബുക്കിന്റെ എവിടെയാണ് നോക്കിയിട്ടിരുന്നത്? ആമുഖമാണോ? കിട്ടിയില്ല. ചോദിച്ചു നോക്കാം. കമ്പ്യൂട്ടർ പ്ലീസ്. പത്രോസിന്റെയും പൗലോസിന്റെയും സ്തെഫാനോസിന്റെയും കാണുന്നുണ്ടോ എവിടെയെങ്കിലും? വായിച്ച ഭാഗം. അപ്പോസ്തല പ്രമുഖനായ പത്രോസിന്റെ 5 പ്രസംഗങ്ങളും പ്രേക്ഷിത വര്യനായ പൗലോസിന്റെ 7 പ്രസംഗങ്ങളും ഇതിൽ ഉൾപ്പെടും. കൂടാതെ സ്തെഫാനോസിന്റെ സുദീർഘമായ ഒരു പ്രഭാഷണവും. അത് നമ്മൾ വായിച്ചിരുന്നോ? അവിടെ ലാസ്റ്റ് ലൈനിലായിരുന്നു. അവിടെ വരെ എത്തിയില്ല. ഓക്കെ, അൺലക്ക്. വെച്ചോളൂ, സാരമില്ല. നന്നായിട്ട് ശ്രമിച്ചു അല്ലേ? 2 ചോദ്യങ്ങളെ കഴിഞ്ഞിട്ടുള്ളൂ. ഇനിയും ഗോൾഡൻ റൗണ്ടിൽ ഉണ്ട് 2 ചോദ്യം കൂടെ ബാക്കി. വീണ്ടും ഒരു റൗണ്ട് കൂടി. നമുക്കൊരു കാര്യം ചെയ്യാം, ഈ മൂഡ് കംപ്ലീറ്റ് ഒന്ന് മാറ്റാം. നമുക്ക് ക്രിസ്റ്റീനയുടെ ഒരു പാട്ട് കേട്ടിട്ട് അല്ലേ? ഒരു പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിന് ഭയങ്കര ഒരു സമാധാനമാണ് അല്ലേ? ഒരു സുഖമാണ്. മനസ്സിലെ ഭാരങ്ങളെല്ലാം ഒഴിഞ്ഞു പോയാലോ തോന്നും. വലിയ ഭാരമൊന്നുമില്ല, എങ്കിലും നമുക്ക് നല്ലൊരു പാട്ട് കേട്ടിട്ട് പാടാം. റെഡി? വാഴ്ത്തിടുന്നിതാ സ്വർഗനായക, കാത്തുകൊള്ളുക നീ സർവദായക. വിണ്ണിൽ വാഴും നിന്റെ രാജ്യം വന്നിടേണമേ, മധുരം നിന്നാമം പാവനം. നല്ല സുഖം. നന്നായിട്ട് പാടി മോളെ. ഞാൻ പറഞ്ഞതുപോലെ ആ മൂഡ് അല്ലേ? എത്ര നല്ല ഒരു കോമ്പോസിഷൻ. ജാനകിയമ്മയാണ് ഈ പാട്ട് പാടിയിരിക്കുന്നത് അല്ലേ? സുഖമായിട്ട് ഇരുന്ന് കേൾക്കാൻ പറ്റുന്ന ഒരു പാട്ട്. ഇപ്പൊ തന്നെ എല്ലാവരുടെയും ആ മൂഡ് മാറി. നമ്മുടെ കനാൻ ദേശത്തിന്റെ വീണ്ടും പ്രസരിപ്പോടെ ക്രിസ്റ്റീന അടുത്ത ചോദ്യം ഫേസ് ചെയ്യാൻ റെഡിയായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. റെഡി? പോകാം അടുത്ത ചോദ്യത്തിലേക്ക്. കനാൻ ദേശം സീസൺ 2 ഗോൾഡൻ റൗണ്ടിൽ ക്രിസ്റ്റീന മാത്യുവിനുള്ള 3ാമത്തെ ചോദ്യം.
ഉത്തമഗീതത്തിന്റെ ഗ്രന്ഥകർത്താവ് ആരാണെന്നാണ് കരുതപ്പെടുന്നത്? ഉത്തമഗീതത്തിന്റെ ഗ്രന്ഥകർത്താവ് ആരാണെന്നാണ് കരുതപ്പെടുന്നത്? ഗോൾഡൻ റൗണ്ടിൽ മൂന്നാമത്തെ ചോദ്യം. ശലോമോൻ. വേറൊരു പേരെന്താണ് ശലോമോന്റെ? സോളമൻ. ചോദിക്കാം. കമ്പ്യൂട്ടർ പ്ലീസ്. സോളമൻ. റൈറ്റ് ആൻസർ. മൂന്ന് ചോദ്യങ്ങൾ കഴിഞ്ഞിരിക്കുന്നു ഗോൾഡൻ റൗണ്ടിൽ. ഇനി ഒരു ചോദ്യം കൂടി. നമുക്ക് അതിനു മുമ്പ് ക്രിസ്റ്റീനയുടെ പപ്പായുടെ അടുത്തേക്ക് ഒന്നുകൂടെ പോകാം. പോയിട്ട് വരാം. പ്രവാസ ജീവിതം എത്ര നാളുണ്ടായിരുന്നു? പ്രവാസ ജീവിതം ഞാന് 1990 പോയതാണ്. ആദ്യമായിട്ട് പോകുന്ന ഒരു സമയം എന്ന് പറയുന്നത് പ്രവാസ ജീവിതത്തിലെ നാട്ടിൽ നിൽക്കുന്നതിനെക്കാട്ടിലും കുറച്ചുകൂടി ആളുകളുമായി കൂട്ടുകൂടാനും പരിചയപ്പെടാനും ബന്ധപ്പെടാനും മറ്റ് മേഖലകളിലേക്ക് കടക്കുവാനുമായിട്ടുള്ള ഏറ്റവും നല്ലൊരു ഒരു ഒരു ജീവിത രീതി മുൻപോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള നല്ലൊരു സ്ഥലമാണ് ഈ ദുബായ്. ഞാൻ ദുബൈയിലായിരുന്നു. അപ്പോൾ ആ ഒരു ജീവിതം എന്ന് പറയുന്നത് വളരെ ആദ്യം സ്റ്റാർട്ടിങ്ങിൽ എനിക്ക് വളരെ പ്രയാസകരമായിട്ടുള്ള ജോലിയും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. അത് പിന്നീട് കുറെ നല്ല ജോലിയിലേക്ക് കയറുവാൻ സാധിച്ചു. പിന്നെ ഒരുപാട് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. ആ ഫ്രണ്ട്സ് മുഖേന എനിക്ക് ഓരോ കലാപരിപാടികളിൽ ഏർപ്പെടാനുള്ള ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ ആണ് ഈ പാട്ടിലേക്ക് കൂടുതലായിട്ട് മുൻപോട്ട് വന്നത് ആ ഒരു പ്രവാസ ലോക ജീവിതത്തിലാണ്. അവിടെ പാടുമായിരുന്നു? അവിടെ ചെറിയ ചെറിയ ട്രൂപ്പുകളുണ്ട്. അപ്പൊ അവിടെയൊക്കെ ചെന്ന് ചെറിയ പാട്ടുകളൊക്കെ ഒന്ന് പാടി എല്ലാവരുമായിട്ടും ഒക്കെ ഒന്ന് സന്തോഷം പങ്കുവയ്ക്കുമായിരുന്നു. ഓക്കെ. അപ്പോൾ അവിടെ നിന്ന് തിരിച്ച് ഇവിടെ എത്തി. ഇപ്പോൾ എത്ര വർഷമായി തിരിച്ചെത്തി? ഇപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ട് 2 വർഷത്തോളമായി. ഈ 2 വർഷത്തിനുള്ളില് ഇവർക്ക് സ്കൂളിൽ ചേർക്കുവാനും അവരെ കൊണ്ടുവിടാനും കൊണ്ടുവരുവാനും ഒക്കെയുള്ള ഒരു കാര്യങ്ങളിലേക്ക് ഏർപ്പെട്ടതുകൊണ്ട് സമയം കൂടുതലായിട്ട് കിട്ടിയില്ല. എങ്കിലും വെറുതെ ഇരിക്കുന്ന സമയങ്ങളിൽ തനിയെയുള്ള ഒരു ജീവിതമാകുന്നതുകൊണ്ട് പ്രയാസവും കാര്യങ്ങളും ഉണ്ട്. എങ്കിലും ചില കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോൾ ഓരോ കാര്യങ്ങൾ ഓരോ നോട്ട് ഞാനിങ്ങനെ കുറിക്കുമായിരുന്നു, ഓരോ ലൈൻ ഇങ്ങനെ കുറിച്ച്. അപ്പം പാട്ടുകളെ എഴുതണമെന്നുള്ള ഒരു താല്പര്യം തോന്നുന്നത് ഈ ഒരു 2 വർഷത്തിലാണ് തോന്നിയത്. അപ്പോൾ പാട്ടുകൾ എഴുതുന്നുണ്ട്? ഇപ്പോൾ ഞാനിപ്പോൾ ചെറുതായിട്ടൊക്കെ എഴുതുന്നുണ്ട്. പാട്ടുകൾ എഴുതി ഞാൻ തന്നെ ട്യൂൺ ചെയ്യുന്നുണ്ട്. പക്ഷെ മുൻപോട്ടുള്ള കാര്യങ്ങളായിട്ടില്ല. സ്റ്റാർട്ടിങ് ആയതേ ഉള്ളൂ. പിന്നെ അത് കൂടാതെ എനിക്ക് കൂടുതലായിട്ട് എനിക്ക് പറയാനായിട്ടുള്ള ഒരു കാര്യം, ഞാൻ വിട്ടുപോയതല്ല എങ്കിലും പിന്നെ സമയം ചിലപ്പോൾ നമുക്ക് കിട്ടിയില്ലെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. ഞാൻ അത് പ്ലാൻ ചെയ്ത് വെച്ചോളൂ. നമുക്ക് ഒരു ചോദ്യം ചോദിച്ചിട്ട് ഞാൻ വീണ്ടും അങ്ങോട്ടേക്ക് തന്നെ വരാം. തീർച്ചയായിട്ടും. ഓക്കെ. നമുക്ക് അടുത്ത ചോദ്യത്തിന് വേണ്ടി ഒരാൾ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. നമുക്ക് അങ്ങോട്ട് പോകാം. റെഡി മോളെ? കനാൻ ദേശം സീസൺ 2 ഗോൾഡൻ റൗണ്ടിൽ ക്രിസ്റ്റീന മാത്യുവിനുള്ള 4ാമത്തെ ചോദ്യം. ഹോസിയ പ്രവാചകന്റെ പിതാവിന്റെ പേരെന്ത്? ഹോസിയ പ്രവാചകന്റെ പിതാവിന്റെ പേരെന്ത്? ആലോചിച്ചു. വായിച്ചതൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ട് കിട്ടുന്നില്ലെങ്കിൽ ഇത് ഗോൾഡൻ റൗണ്ടാണ്. ഒരു ഓപ്ഷൻ ഉണ്ട് നമുക്ക്. ഐ മീൻ ലൈഫ് ലൈൻ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ലൈഫ് ലൈൻ കേട്ടായി. ഹോസിയ പ്രവാചകന്റെ പിതാവിന്റെ പേരെന്ത്? ബേരി. ചോദിക്കാം.
കമ്പ്യൂട്ടർ പ്ലീസ്. വെരി റൈറ്റ് ആൻസർ. സോഫിയ 1-1 അല്ലേ? പെട്ടെന്ന് കണ്ടെത്താൻ പറ്റി. 4 ചോദ്യങ്ങൾ കഴിഞ്ഞിരിക്കുന്നു മോളെ ഗോൾഡൻ റൗണ്ടിൽ. സ്കോർ അറിയണ്ടേ? ചോദിക്കാം ഷാലറ്റിനോട്. ഷാലറ്റ് പ്ലീസ്. ഗോൾഡൻ റൗണ്ടിൽ ക്രിസ്റ്റീന മാത്യുവിനുള്ള പോയിന്റ്സ്. ഫോർ ദി ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോ പോയിന്റ്സ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോ പോയിന്റ്സ്. അടുത്തടുത്ത 2 ആൻസേഴ്സ് തെറ്റിപ്പോയതുകൊണ്ട് 10 പോയിന്റ്സ് മൈനസ് ആവുന്നതാണ്. ആൻഡ് തേർഡ് ക്വസ്റ്റ്യൻ 10 പോയിന്റ്സ്. The last question, that is the golden question, 5 points. And total golden roundil Christina Matthewനുള്ള points 5 points. Silver roundil 30 points. And ഇതുവരെയുള്ള പോയിന്റ് നില 35 points. 35 ആദ്യത്തെ 2 റൗണ്ടുകൾ കഴിയുമ്പോൾ. വിഷമമുണ്ടോ? ഇല്ല, ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ ഇതല്ല. ഓക്കെ, അപ്പോൾ ഇനിയും ഏറ്റവും കൂടുതൽ മാക്സിമം സ്കോർ ചെയ്യാനുള്ള ഒരു റൗണ്ട് കൂടി ഉണ്ട് നമ്മുടെ മുമ്പിൽ. വേണമെങ്കിൽ നമുക്ക് അതിലൊന്ന് ശ്രമിച്ചു നോക്കാം, അല്ലേ? പോകാം അതിലേക്ക്. കാനാൻ ദേശം സീസൺ 2, ദ തേർഡ് റൗണ്ട്, ഡയമണ്ട് റൗണ്ട്. മോളെ, ഡയമണ്ട് റൗണ്ടിൽ ഇവിടെയും 4 ചോദ്യങ്ങളാണ്. 4 ചോദ്യങ്ങൾക്കും 10 പോയിന്റ്സ് ആണ് സാധാരണഗതിയിൽ. അതായത് കൂടെ വന്നിരിക്കുന്ന പപ്പ, അമ്മച്ചി, അങ്ങനെയുള്ള സഹോദരങ്ങളെല്ലാവരുടെയും സഹായം ചോദിച്ചു വേണമെങ്കിൽ മോൾക്ക് ആൻസർ ചെയ്യാം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഓരോ ചോദ്യത്തിനും 10 പോയിന്റ്സ് ആണ് ലഭിക്കുക. മറിച്ച് ഈ റൗണ്ട് തുടങ്ങുന്നതിന് മുമ്പ് ക്രിസ്റ്റീന എടുക്കുന്ന ഒരു തീരുമാനം, ഇവരുടെ ആരുടെയും സഹായം വേണ്ട, ഞാൻ തന്നെ ഈ 4 ചോദ്യങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്നു എന്ന് തീരുമാനിക്കുന്നിടത്ത് ഇത് ഡയമണ്ട് റൗണ്ടായി മാറും. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ചോദ്യത്തിന് 20 പോയിന്റ്സ്, രണ്ടാമത്തെ ചോദ്യത്തിന് 40, മൂന്നാമത്തെ ചോദ്യത്തിന് 80, നാലാമത്തെ ചോദ്യത്തിന് 160, ടോട്ടൽ 300 പോയിന്റ്സ്. ക്രിസ്റ്റീനയുടെ തീരുമാനം പോലെ ഇരിക്കും. ഇത് ഡയമണ്ട് ആവണമോ? സ്ട്രെയിറ്റ് തന്നെ. ബോൾഡായിട്ടുള്ള തീരുമാനം ഇങ്ങനെ വേണം, അല്ലേ? ഒന്ന് ശ്രമിച്ചു നോക്കാം. 300 പോയിന്റ്സ് കിട്ടുമോ, അല്ലേ? കോൺഫിഡന്റ്. പോകാം, നമുക്ക് പോകാം. കാനാൻ ദേശം സീസൺ 2 ഡയമണ്ട് റൗണ്ടിൽ ക്രിസ്റ്റീന മാത്യുവിനുള്ള ആദ്യത്തെ ചോദ്യം. കർത്താവേ, എന്നിൽ നിന്ന് അകന്നു പോകണമേ, ഞാൻ പാപിയാണ്. ഏത് ശിഷ്യനാണ് യേശുവിനോട് ഇങ്ങനെ പറഞ്ഞത്? കർത്താവേ, എന്നിൽ നിന്ന് അകന്നു പോകണമേ, ഞാൻ പാപിയാണ്. ഏത് ശിഷ്യനാണ് യേശുവിനോട് ഇങ്ങനെ പറഞ്ഞത്? ഡയമണ്ട് റൗണ്ടിൽ ആദ്യത്തെ ചോദ്യമാണ്. പത്രോസ്. ചോദിക്കട്ടെ? ചോദിക്കാം. കമ്പ്യൂട്ടർ പ്ലീസ്. ശിമയോൻ പത്രോസ്, റൈറ്റ് ആൻസർ. ലൂക്ക 5:8. യേശു തന്റെ ആദ്യ ശിഷ്യന്മാരെ തെരഞ്ഞെടുക്കുന്ന ഭാഗമാണിത്. രാത്രി മുഴുവൻ വല വീശിയിട്ടും മീനൊന്നും ലഭിക്കാതെ പത്രോസ് നിരാശനായിരിക്കുന്നു. ഈശോ പറയുന്ന ഭാഗത്ത് അവർ വലയെറിയുകയും വളരെയധികം മത്സ്യങ്ങൾ ലഭിക്കുകയും ചെയ്യുന്നു. കൂടെ ഉണ്ടായിരുന്നവരും പത്രോസും വിസ്മയിച്ചു പോവുകയാണ്. ആ സമയത്താണ് യേശുവിന്റെ കാൽക്കൽ വീണ് പത്രോസ് ഇങ്ങനെ പറയുന്നത്, കർത്താവേ, എന്നിൽ നിന്ന് അകന്നു പോകണമേ, ഞാൻ പാപിയാണ്. ആ ഭാഗമാണ് ബൈബിളിൽ ഇവിടെ വരുന്നത്. കുഞ്ഞനിയൻ അവിടെ ഇരുന്നിട്ട് ഭയങ്കരമായിട്ട് കൈയടിക്കുന്നുണ്ട് ചേച്ചിയുടെ പെർഫോമൻസ്. അടുത്ത മത്സരത്തിലേക്ക് വരാൻ വേണ്ടി റെഡിയാവുന്നതിന്റെ ഒരു ക്യൂരിയോസിറ്റിയും ഒരു എനർജിയും അവനിൽ കാണാനുണ്ട്. മിടുക്കൻ. അപ്പോൾ ഡയമണ്ട് റൗണ്ടിലെ ആദ്യത്തെ ചോദ്യം കഴിഞ്ഞിരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പ് വെച്ചു. ഇനി ഒരു 3 സ്റ്റെപ്പ് കൂടി വെച്ചാൽ നമ്മൾ പറഞ്ഞ ആ ഡ്രീം പോയിന്റിലേക്ക്, 300 പോയിന്റിലേക്ക് നമുക്ക് എത്താം. ടെൻഷനൊന്ന് മാറ്റാൻ നമുക്ക് വീണ്ടും പപ്പായിലേക്കൊന്ന് പോകാം. പറഞ്ഞു വന്നതിന്റെ ബാക്കി പൂരിപ്പിച്ചോളൂ. ഞാൻ പറഞ്ഞു വന്നത് 3ാം ക്ലാസ് മുതല് പിന്നെ ചേച്ചിക്ക് സുഖമില്ലായിരുന്നതിന്റെ ശാരീരികമായിട്ട് വളരെ അസ്വസ്ഥത ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു കാരണത്താല് 3ാം ക്ലാസ് മുതല് പുത്തൻകുരിശിൽ തന്നെ
യാക്കോബ സഭയുടെ ഒരു കോൺവെന്റ് ഉണ്ടായിരുന്നു. അപ്പൊ ആ കോൺവെന്റിലാണ് പിന്നീട് ക്രിസ്റ്റീന താമസിച്ച് പഠിച്ചത്. അവിടെ ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു, സിസ്റ്റർ യൂലിറ്റി. ആ സിസ്റ്ററാണ് പിന്നീട് ഒരു 3-4 വർഷം ക്രിസ്റ്റീനയെ വളർത്തി ഈ ഒരു ലെവലിലാക്കിയത്. ഏറ്റവും പ്രിയപ്പെട്ട, ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു അമ്മ തന്നെയാണത്. ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു അമ്മയാണത്. കാരണം ഇങ്ങോട്ട് പോരുമ്പോഴും ഞങ്ങൾ പറഞ്ഞിരുന്നു, ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ട്, ഞങ്ങൾ അതിലേക്ക് പോവുകയാണ്, അതിൽ ഞങ്ങൾക്കൊന്ന് പങ്കെടുക്കുവാനായിട്ടുള്ള ഒരു സാഹചര്യം കൂടി ഞങ്ങൾക്ക് ഒത്തതില് അതിനുവേണ്ടി കൂടുതലായിട്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ആ സിസ്റ്റർ ഞങ്ങൾക്ക് വളരെയധികം പ്രോത്സാഹനം തന്നാണ് ഞങ്ങളെ ഇങ്ങോട്ട് വിട്ടിരിക്കുന്നത്. അപ്പൊ ആ സിസ്റ്ററിന് വളരെയധികം നന്ദി. അതോടൊപ്പം ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട് ആ സിസ്റ്ററിന് വേണ്ടി. അതാണ് ഞാൻ പറയാനായിട്ട് വിട്ടുപോയ ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും കാനാൻ ദേശം സീസൺ 2 നന്ദിയും സിസ്റ്ററിനെ അറിയിക്കുകയാണ്. കാരണം ഇങ്ങനെ ഒരു മത്സരാർത്ഥിയെ ഞങ്ങൾക്ക് ഈ സീറ്റിലേക്ക് എത്തിച്ചു തന്നതിന്. അപ്പൊ സിസ്റ്ററിന്റെ പേരൊന്നുകൂടെ പറയൂ. സിസ്റ്റർ യൂലിറ്റി. എവിടെയാണ് സിസ്റ്റർ? സിസ്റ്റർ ഇപ്പോൾ പുത്തൻകുരിശിലാണ്. അവിടെ തന്നെ ഉണ്ട്. അവിടെ തന്നെ ഉണ്ട്. ടീച്ചർ, സിസ്റ്റർ തീർച്ചയായിട്ടും ഈ പ്രോഗ്രാം കാണുന്നുണ്ടാവും എന്ന് തീർച്ചയായിട്ടും അല്ലേ? സിസ്റ്ററിന്റെ മോളുടെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് കാണുന്നുണ്ടാവും, അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ടാവും. അപ്പൊ ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ട് എന്ന് പറഞ്ഞതിന്റെ ബേസിക്കലാണ് ഈ സിസ്റ്റർ എടുത്ത് കൊടുത്ത ഒരു ഡ്രസ്സാണ്, അത് ഇട്ടുകൊണ്ട് തന്നെ പോകണമെന്നാണ് സിസ്റ്റർ പറഞ്ഞിരുന്നത്. വെരി ഗുഡ്. അപ്പൊ അങ്ങനെ ഓക്കെ, നന്നായിട്ടുണ്ട്. സിസ്റ്ററിന് നല്ല കളർ സെൻസ് ഉണ്ട് അല്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. കാരണം കലാകാരിയായിരിക്കും. സിസ്റ്റർ പാട്ടുകളൊക്കെ പഠിപ്പിക്കുമായിരുന്നു നമ്മളെ. സിസ്റ്റർ നന്നായിട്ട് പാടുന്നതാണ്. തീർച്ചയായിട്ടും അങ്ങനെയുള്ളവർക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കളർ കോമ്പിനേഷൻ. വെരി ഗുഡ്. സിസ്റ്ററിന് ഞങ്ങളുടെ അഭിനന്ദനങ്ങൾ. നമ്മളിപ്പോ സന്തോഷത്തോടെ ഇരിക്കുകയാണ്, സിസ്റ്ററിനെ ഓർത്തു. ഓക്കെ, പോകാം അടുത്ത ചോദ്യത്തിലേക്ക്. കാനാൻ ദേശം സീസൺ 2 ഡയമണ്ട് റൗണ്ടിൽ ക്രിസ്റ്റീന മാത്യുവിനുള്ള രണ്ടാമത്തെ ചോദ്യം. അങ്ങയുടെ ജ്ഞാനത്തിന്റെ മാഹാത്മ്യത്തിൽ പകുതി പോലും ഞാൻ അറിഞ്ഞിരുന്നില്ല. ഞാൻ കേട്ടതിനേക്കാൾ എത്രയോ ശ്രേഷ്ഠനാണ് അങ്ങ്. സോളമനോട് ആരാണ് ഇങ്ങനെ പറഞ്ഞത്? അങ്ങയുടെ ജ്ഞാനത്തിന്റെ മാഹാത്മ്യത്തിൽ പകുതി പോലും ഞാൻ അറിഞ്ഞിരുന്നില്ല. ഞാൻ കേട്ടതിനേക്കാൾ എത്രയോ ശ്രേഷ്ഠനാണ് അങ്ങ്. സോളമനോട് ആരാണ് ഇങ്ങനെ പറഞ്ഞത്? യഹോവയോട്. സോളമനോട് ആരാണ് ഇങ്ങനെ പറഞ്ഞത്? ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. അങ്ങയുടെ ജ്ഞാനത്തിന്റെ മഹാത്മ്യത്തിൽ പകുതി പോലും ഞാൻ അറിഞ്ഞിരുന്നില്ല. ഞാൻ കേട്ടതിനേക്കാൾ എത്രയോ ശ്രേഷ്ഠനാണങ്ങ്. സോളമനോട് ആരാണ് ഇങ്ങനെ പറഞ്ഞത്? സോളമന്റെ അടുത്ത് വന്നവരാവാം. ആ ഭാഗം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഊഹിക്കാൻ പറ്റും. പറഞ്ഞോളൂ. ശേബാരാജ്ഞി. ചോദിക്കട്ടെ? സമയവും കഴിഞ്ഞു, ഇനി വേറെ ഓപ്ഷൻ ഇല്ല. ചോദിക്കാം. കമ്പ്യൂട്ടർ പ്ലീസ്. ശേബാരാജ്ഞി, റൈറ്റ് ആൻസർ. ഡയമണ്ട് റൗണ്ടാണ്, കുറച്ചുകൂടെ ശ്രദ്ധിച്ചിരിക്കണം. ഓരോ ചോദ്യവും ശ്രദ്ധിച്ച് വായിച്ച് വൈസായിട്ട് ആൻസർ ചെയ്യണം. ഓക്കെ. ശേബാരാജ്ഞി ലാസ്റ്റ് മൊമെന്റിലാണ് മോളുടെ നാവിൻ തുമ്പിലേക്ക് ആ ആൻസർ വന്നത്. സോളമന്റെ വിജ്ഞാനത്തെക്കുറിച്ച് കേട്ട ശേബാരാജ്ഞി അദ്ദേഹത്തെ പരീക്ഷിക്കാനായിട്ട് കുറച്ച് കടങ്കഥകളുമായിട്ട് വരികയാണ്. എല്ലാ ചോദ്യങ്ങൾക്കും കൃത്യമായി ഉത്തരം പറഞ്ഞ സോളമന്റെ അറിവ് രാജ്ഞിയെ വിസ്മയിപ്പിക്കുന്നു. കൊട്ടാരത്തിലെ സമ്പത്തും സൗഭാഗ്യങ്ങളും കണ്ട് രാജ്ഞി വിസ്മയിച്ചു പോവുകയാണ്. വളരെയധികം ഒരു സമ്പത്ത് സോളമന് സമ്മാനിച്ചിട്ടാണ്, വലിയ സമ്മാനങ്ങൾ സമ്മാനിച്ചിട്ടാണ് രാജ്ഞി മടങ്ങിപ്പോകുന്നത്. 2 ചോദ്യങ്ങൾ കഴിഞ്ഞിരിക്കുന്നു, 2ഉം സക്സസ്. ഇനി 2 ചോദ്യങ്ങൾ കൂടി അവശേഷിക്കുന്നു. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ക്രിസ്റ്റീനയുടെ പപ്പ, അദ്ദേഹം പ്രവാസ ജീവിതം കഴിഞ്ഞ് വന്ന് സ്വയമായിട്ട് പാട്ട് എഴുതുന്നു, ട്യൂൺ ചെയ്തു. നമുക്ക് അദ്ദേഹം എഴുതി ട്യൂൺ ചെയ്ത ഒരു പാട്ടിന് 4 ലൈൻ കേട്ടില്ലെങ്കിൽ അല്ലെ, കേട്ടിട്ട് വരാം. ഞാൻ തന്നെ
എഴുതി ട്യൂൺ ചെയ്ത ഒരു പാട്ടാണ്. ഓക്കെ. ഇത് എഴുതിക്കൊണ്ടിരുന്ന സമയം എന്റെ വൈഫ് എന്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ എന്റെ വൈഫും എനിക്ക് കൂടുതൽ സപ്പോർട്ട് തന്നിട്ടുണ്ട്. ലിറിക്സ് ഒക്കെ അദ്ദേഹമാണ് എനിക്ക് പറഞ്ഞു തന്നത്. വെരി ഗുഡ്. അപ്പൊ അങ്ങനെ ഇരുന്ന് ഞാൻ എഴുതി പൂർത്തീകരിച്ചതാണ്. പ്ലീസ് ഞാൻ ശ്രമിക്കാൻ പറഞ്ഞു. ദൈവാലയത്തിൻ മണിമുഴങ്ങി പ്രാർത്ഥനയ്ക്കായുള്ള സമയമിതാ, ഉണരുവിൻ എൻ ജനമേ, ആരാധിക്കാം ആരാധിക്കാം. ദൈവാലയത്തിൻ മണിമുഴങ്ങി പ്രാർത്ഥനയ്ക്കായുള്ള സമയമിതാ, മെഴുതിരി നാളമായി ഉരുകുന്നു എൻ ഹൃദയം, വാഞ്ചിക്കുന്നു ആ തിരുമാറിൽ ചേർന്നു നിന്നിടുവാൻ. ദൈവാലയത്തിൻ മണിമുഴങ്ങി പ്രാർത്ഥനയ്ക്കായുള്ള സമയമിതാ. വളരെ വളരെ നന്നായിരിക്കുന്നു മിസ്റ്റർ. താങ്ക് യു. അതായത് നന്നായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ലിറിക്സും ട്യൂണും തീർച്ചയായിട്ടും അതാണ് മക്കളിലൂടെ നമ്മൾ കാണുന്നത്. ഒത്തിരി സന്തോഷം. താങ്ക് യു. നമുക്ക് ഒരു ചോദ്യം കൂടെ ചോദിച്ചിട്ട് വരാം. റെഡി? കാനാൻ ദേശം സീസൺ 2 ഡയമണ്ട് റൗണ്ടിൽ ക്രിസ്റ്റീന മാത്യുവിനുള്ള മൂന്നാമത്തെ ചോദ്യം. നല്ല സമരിയാക്കാരന്റെ ഉപമയിൽ വഴിയിൽ മുറിവേറ്റ് കിടന്നയാളെ ആദ്യം കടന്നുപോയത് ആരായിരുന്നു? നല്ല സമരിയാക്കാരന്റെ ഉപമയിൽ വഴിയിൽ മുറിവേറ്റ് കിടന്നയാളെ ആദ്യം കടന്നുപോയത് ആരായിരുന്നു? പുരോഹിതൻ. പുരോഹിതൻ. ചോദിക്കാം. കമ്പ്യൂട്ടർ പ്ലീസ്. പുരോഹിതൻ റൈറ്റ് ആൻസർ. 3 ചോദ്യങ്ങൾ. ഇനി ഒരേ ഒരു ചോദ്യം കൂടി. ദ റിയൽ ഡയമണ്ട് ക്വസ്റ്റ്യൻ ആണ് ക്രിസ്റ്റീനയെ വെയിറ്റ് ചെയ്യുന്നത് ഈ എപ്പിസോഡിൽ. അല്പം ത്രില്ലിലാണല്ലേ അടുത്ത ചോദ്യം കേൾക്കാൻ? അതെ. ഞാൻ ഇത്രയും നേരം നമ്മുടെ കൂടെ എല്ലാവരും വന്നു. ഞാൻ വിട്ടുപോയ ഒരാളുണ്ട്, മനഃപൂർവ്വം വിട്ടതല്ല. ക്രിസ്റ്റീനയുടെ അമ്മ. അതെ. അമ്മയെ പറ്റി പറയും. അമ്മ ഞാൻ പറഞ്ഞ പോലെ സൗദിയില് നഴ്സായിട്ട് വർക്ക് ചെയ്യാണ്. അമ്മയുടെ പേര്? മേരി മാത്യു. സൗദിയിലാണ് വർക്ക് ചെയ്യുന്നത്? അതെ. ഓക്കെ. 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സിസ്റ്റർ, അതിനു മുമ്പ് അമ്മച്ചി, പപ്പ. എങ്കിലും എപ്പോഴെങ്കിലും ഈ 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി എപ്പോഴെങ്കിലും മമ്മിയെ അല്ലെ അമ്മയെ മിസ് ചെയ്തിട്ടുണ്ടോ? അമ്മയെ ഒരിക്കലും ഞാൻ മിസ് ചെയ്തിട്ടില്ല. കാരണം ശരിക്കും എന്റെ അമ്മ എന്റെ കൂടെ ഉള്ളതുപോലെ തന്നെയാണ് എന്നെ സിസ്റ്റർ നോക്കിക്കൊണ്ടിരുന്നത്. സിസ്റ്റർ ആയാലും അമ്മച്ചി ആയാലും ഒരിക്കലും എന്റെ അമ്മേനെ മിസ് ചെയ്യാൻ എനിക്ക് ഇട വന്നിട്ടില്ല. ഇല്ല. ഓക്കെ. അമ്മ സന്തോഷവതിയായിരുന്നു. അമ്മയും പപ്പയെ പോലെ ഹാപ്പി ആയിരുന്നു. കാരണം സുരക്ഷിതമായ കരങ്ങളിലാണ് എന്റെ മോൾ എന്നുള്ളതുകൊണ്ട്. അമ്മയും പപ്പയും ഒരുപോലെ ഹാപ്പി ആയിരുന്നു. തീർച്ചയായിട്ടും വളരെയധികം എന്താ പറയാ, പലയിടത്തും നമ്മൾ കേൾക്കാത്ത ഒരു ആൻസറാണിത്. സാധാരണ എല്ലാവരും പറയാറുണ്ട് എനിക്ക് അമ്മയെ മിസ് ചെയ്തു അല്ലെ ഇത്രയും നാള് സ്വന്തം അമ്മയെ. പക്ഷെ അവിടെ അപ്പൊ എത്രമാത്രം കരുതലാണ് നിങ്ങൾ കൊടുത്തിരിക്കുന്നത് എന്നുള്ളതിന്റെ തെളിവാണത്. ആ സിസ്റ്റർ ആണെങ്കിലും നിങ്ങളാണെങ്കിലും തീർച്ചയായിട്ടും അഭിമാനിക്കാം. തീർച്ചയായിട്ടും കാനാൻ ദേശം സീസൺ 2 ഈ എപ്പിസോഡിൽ നിങ്ങളുടെ സാന്നിധ്യം തന്നെ വളരെയധികം സന്തോഷം പകരുന്നു. അതുകൊണ്ട് തന്നെ ഒത്തിരി നന്ദി. ഞങ്ങളുടെ വീതവും. പോകാം അടുത്ത ചോദ്യത്തിലേക്ക്. റെഡി? കാനാൻ ദേശം സീസൺ 2 ഡയമണ്ട് റൗണ്ടിൽ ക്രിസ്റ്റീന മാത്യുവിനുള്ള 4ാമത്തെ ചോദ്യം. എന്റെ മുമ്പിൽ യുദ്ധം ചെയ്ത് ഇത്രയേറെ രക്തമൊഴുക്കിയതിനാൽ നീ എനിക്ക് ആലയം പണിയുകയില്ല. ആരോടാണ് ദൈവം ഇങ്ങനെ പറഞ്ഞത്?
എന്റെ മുമ്പിൽ യുദ്ധം ചെയ്ത് ഇത്രയേറെ രക്തം ഒഴുക്കിയതിനാൽ നീ എനിക്ക് ആലയം പണിയുകയില്ല. ആരോടാണ് ദൈവം ഇങ്ങനെ പറഞ്ഞത്? ആരോടായിരിക്കും? ദാവീദിനോട്. ചോദിക്കട്ടെ? ചോദിക്കാം. ഉറപ്പാണോ? ഉറപ്പാണ്. കമ്പ്യൂട്ടർ പ്ലീസ്. ദാവീദിനോട് റൈറ്റ് ആൻസർ. അരുണിന്റെ മുഖത്തെ സന്തോഷം. അരുൺ, കുഞ്ഞുപെങ്ങൾ ഒട്ടും നിരാശപ്പെടുത്തിയില്ല അല്ലെ? ഇല്ലില്ല. എന്താ തോന്നുന്നു? ആദ്യം കുറച്ച് നെർവസ് ആയി പോയി അവള്. പക്ഷെ എന്നാലും അത് മേക്കപ്പ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ. അച്ചാച്ചന്റെ ട്രെയിനിങ് അല്ലേ? ആരേക്കാൾ കൂടുതൽ അച്ചാച്ചനാണ് ഏറ്റവും അധികം ആത്മീയമായിട്ട് പോകാനായിട്ട് ഇൻസ്പയർ ചെയ്തേക്കുന്നത്. അച്ചാച്ചന്റെ ഒരു റോൾ മോഡലാക്കാനാണ് എന്റെ ആഗ്രഹം. വെരി ഗുഡ്. ഇതിൽ കൂടുതൽ എന്താ അരുൺ വേണ്ടത്? കുഞ്ഞുപെങ്ങളുടെ സാക്ഷ്യം. തീർച്ചയായിട്ടും നിങ്ങളുടെ ഫാമിലി, നിങ്ങളുടെ സാന്നിധ്യം ഭയങ്കര എനർജി തരുന്നുണ്ട് കാനാൻ ദേശം സീസൺ 2-ന്. അപ്പൊ മോളെ, 4 ചോദ്യങ്ങളും കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് ഫൈനൽ സ്കോർ അറിയാം. പോകാം ഷാലറ്റിലേക്ക്. ഷാലറ്റ് പ്ലീസ്. കാനാൻ ദേശം സീസൺ 2 ഡയമണ്ട് റൗണ്ടിൽ ക്രിസ്റ്റീന മാത്യുവിനുള്ള പോയിന്റ്സ്. For the first question, 20 points. Second question, 40 points. Third question, 80 points. And the last question, that is the diamond question, 160 points. And diamond roundil, Christina Matthewന് ലഭിക്കുന്ന total points 300 points. Silver roundil, 30 points. Golden roundil, 5 points. The grand total is 335 points out of 400. And congratulations, Christina. കാനാൻ ദേശം സീസൺ 2 വിജയിയെ കാത്തിരിക്കുന്നത് യൂറോപ്പിലേക്കൊരു തീർത്ഥയാത്ര. നിങ്ങൾക്കും ഈ തീർത്ഥയാത്രയിൽ പങ്കെടുക്കാം. വിശദ വിവരങ്ങൾക്ക് 9744155533. Pilgrimage conducted by You Smart Travels, Ernakulam. 335. രണ്ടാമത്തെ റൗണ്ടൊക്കെ വന്നപ്പോഴത്തേനും ക്രിസ്റ്റീന അങ്ങോട്ട് വളരെ പുറകോട്ട് പോയ പോലെ മുഖമൊക്കെ പോയിരുന്നു. പക്ഷെ ഇപ്പോഴാണ് ശരിക്കുമുള്ള ക്രിസ്റ്റീനയുടെ ചിരി കാണുന്നത്. ഒത്തിരി സന്തോഷം. ക്രിസ്റ്റീന ചേട്ടനെ, അതായത് ബ്രദറിനെ റോൾ മോഡലാക്കുന്ന ഒരു കുഞ്ഞുപെങ്ങൾ. സിസ്റ്റർ വളർത്തിയിരിക്കുന്നു. അമ്മയുടെ ചേച്ചിയും ഹസ്ബൻഡും അവരുടെ കൂടെ ചെറുപ്പകാലം അല്ലെ, സ്നേഹത്തോടെ ആ സിസ്റ്റർ തന്ന ഡ്രസ് ഇട്ടുകൊണ്ടുള്ള കാനാൻ ദേശം സീസൺ 2-ലുള്ള സാന്നിധ്യം ഞങ്ങൾക്കും സന്തോഷം. ഒത്തിരി സന്തോഷത്തോടെ ഞങ്ങൾ തരുന്ന ഒരു മെമന്റോയും സർട്ടിഫിക്കറ്റുമുണ്ട്. പ്ലീസ്. തിരുവല്ലയിൽ നിന്നും വന്ന ക്രിസ്റ്റീന മാത്യു എന്ന കൊച്ചുമിടുക്കിയുമായിട്ടുള്ള കാനാൻ ദേശം സീസൺ 2-ന്റെ ഈ എപ്പിസോഡ് ഇന്നിവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും അടുത്തയാഴ്ച പുതിയ മത്സരാർത്ഥിയുമായി ഞങ്ങൾ വരുന്നതാണ്. ടിൽ ദെൻ, ഗുഡ് ബൈ. അറിവാണ് സമൃദ്ധി, ബൈബിളാണ് അറിവ്. അതുപോലൊക്കെ വരുമ്പോ ബൈബിൾ എടുക്കും. അപ്പൊ ചില വചനങ്ങൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആ അവസ്ഥയ്ക്ക് പറ്റിയ വചനങ്ങളായിരിക്കും, നമ്മൾ ആശ്വസിക്കുന്ന ഓരോ വചനങ്ങൾ. നാദാ നിന്നെ കാണാൻ, നിൻ പാദങ്ങൾ പുൽകാൻ, നിൻ കൃപ തന്നളവറിയാൻ. അങ്ങനെ 2 കാലും പ്ലാസ്റ്റിട്ട് ഇരിക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു. ആ അവസ്ഥയിലാണ് ഈ കിടപ്പ് രോഗികളുടെ ഒരു അവസ്ഥ, അവരുടെ ഒരു ദുരിതം എനിക്ക് അറിയാൻ പറ്റിയത്. കാനാൻ ദേശം സീസൺ 2 ഡയമണ്ട് റൗണ്ടിൽ ടെസ്സി എൻജയ്ക്കുള്ള രണ്ടാമത്തെ ചോദ്യം. ഏദൻ തോട്ടത്തിലെ
ജീവന്റെ വൃക്ഷത്തിന് കാവൽ നിൽക്കാൻ ദൈവം ഏർപ്പെടുത്തിയത് ആരെയാണ്? ഡയമണ്ട് റൗണ്ടിൽ രണ്ടാമത്തെ ചോദ്യമാണ്. ആലോചിച്ച് ആൻസർ ചെയ്യും. കെരൂബുകളെ ഉറപ്പാണോ? ചോദിക്കട്ടെ. കമ്പ്യൂട്ടർ പ്ലീസ്.